മുണ്ടക്കയം ചെളിക്കുഴിയിൽ പ്രവർത്തിക്കുന്ന ഇഷ്ടാലയ പ്രയർ മിനിസ്ട്രിയുടെ പേരിൽ വൻ സാമ്പത്തിക തട്ടിപ്പെന്ന് പരാതി. തട്ടിപ്പിന് ഇരയായവർ പ്രതിഷേധ പ്രകടനവും യോഗവും നടത്തി. മുണ്ടക്കയം ബസ് സ്റ്റാൻഡിൽ നിന്നും ആരംഭിച്ച പ്രകടനം ചെളിക്കുഴി പാറേലമ്പലം ജംഗ്ഷനിൽ പോലീസ് തടഞ്ഞു. പ്രാർത്ഥനാലയം നടത്തിപ്പുകാരിയും ഇവരുടെ കുടുംബാംഗങ്ങളും ചേർന്ന് സാമ്പത്തിക തട്ടിപ്പ് നടത്തിയെന്നാണ് ആരോപണം. 35 വർഷമായിരുന്നു പ്രാർത്ഥനയാണെന്നും പറഞ്ഞ് അവിടെ പോകാൻ തുടങ്ങിയിട്ട് അവിടെ പോയിട്ട് ഭയങ്കരമായിട്ട് മരണം നടക്കുമെന്ന് പറഞ്ഞ് രോഗങ്ങൾ വരുമെന്ന് പറഞ്ഞ് അവർക്ക് ചോദിക്കുന്നതെല്ലാം കൊടുത്തുകൊണ്ടിരിക്കണം. എൻ്റെ ഭർത്താവ് ചെത്തുകാരനായിരുന്നു. അപകടം പറ്റി വീണ് ഫണ്ട് എഴുതി കൊടുത്ത് ആ പൈസ വന്ന് 4 ലക്ഷം രൂപ വാങ്ങിച്ചുകൊണ്ട് പോയതാണ്. അവർ 1.5 പവൻ്റെ സ്വർണ്ണവും 4 ലക്ഷം രൂപയും വാങ്ങിച്ചുകൊണ്ട് പോയി. എൻ്റെ ഭർത്താവിൻ്റെ പേര് വന്നത് അവരുടെ പേരിലോട്ട് ബാങ്കിൽ നിന്ന് ആൾക്കാരെ കൊണ്ടുവന്നാണ് അത് മാറ്റിക്കൊണ്ടുപോയേക്കുന്നത്. അതുപോലെ തന്നെ എൻ്റെ മോളാണ് റീന. അവൾ 8 വയസ്സ് മുതൽ അവിടെ പോയതാണ്. അവളെ കൊണ്ട് ഒത്തിരി പേരുടെ പൈസയും സ്വർണവും പട്ടയും എല്ലാം വാങ്ങിച്ച് പണയം വെപ്പിച്ച് ഇപ്പോൾ അവരെ കേസിൽ കുരുക്കി ഇട്ടേക്കുവാണ്. അവർ 10 പേർക്ക് സ്ഥലം 5 സെൻറ്റ് സ്ഥലം കൊടുത്തെന്ന് പറയുന്നത്. ആ 5 സെൻറ്റ് സ്ഥലത്തിൻ്റെ പട്ടയം ഒറ്റ കുഞ്ഞുങ്ങളുടെ കയ്യിലില്ല. ഏറ്റവും കൂടി വന്നാൽ ഒരു 2.5 ലക്ഷം രൂപ പോലും ആ സ്ഥലത്തിനും വീടിനും കൂടി ആകിയല്ല. ഒരു ഷെഡ് പോലുള്ള ഒരു വീടാണ് ഇവർക്ക് കൊടുത്തേക്കുന്നത്. അതിൻ്റെ പട്ടയോ അവർ കൊണ്ടുപോയി പണയം വെച്ചേക്കുന്നത്. അവർ ഈ പാറയിലുള്ള ആ സ്ഥലങ്ങൾ മൊത്തം വാങ്ങിച്ചിട്ടേക്കുവാണ്. അവർ ചെയ്തേക്കുന്ന തട്ടിപ്പ് ഞങ്ങൾക്ക് വെളിയിൽ കൊണ്ടുവന്ന് ഞങ്ങളുടെ എല്ലാം നഷ്ടപ്പെട്ട സാധനങ്ങളും പൈസയും മാനക്കേടും എല്ലാം ഞങ്ങൾക്ക് മാറിക്കിട്ടണം. വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്ന പ്രാർത്ഥനാലയത്തിൽ 300ഓളം പേർ പ്രാർത്ഥനയ്ക്കായി എത്തിയിരുന്നതായി പരാതിക്കാർ പറയുന്നു. പണമിടപാട് സ്ഥാപനങ്ങളിലും സ്വകാര്യ പലിശക്കാർക്കും ഈടായി നൽകുവാനാണ് വസ്തുക്കളുടെ ആധാരം ഇവർ വാങ്ങിയെടുത്തത്. മൈക്രോ ഫിനാൻസ്, ഫോൺ ആപ്പുകൾ എന്നിവയിൽ നിന്നും ലോൺ എടുപ്പിച്ചും പണം വാങ്ങിയെടുത്തു. കുടുംബത്തിൽ മരണം സംഭവിക്കും, കുട്ടികൾ പീഡിപ്പിക്കപ്പെടും തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞ് വിശ്വാസത്തിന്റെ മറവിൽ മാനസികമായി അടിമകളാക്കിയാണ് ഞങ്ങളെ കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിച്ചതെന്ന് തട്ടിപ്പിനിരയായവർ പറഞ്ഞു. അത് ഈ ബൈബിൾ എന്ന് പറയുന്നത് ഈ CSIക്കാരുടെ ബൈബിളാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ ഉപയോഗിച്ച് പ്രാർത്ഥിക്കാൻ ചെല്ലുമ്പോഴൊക്കെ മനുഷ്യർക്കെല്ലാം ഈ വിശ്വാസമല്ലേ വലുത്. അവിടെ ചെല്ലുമ്പോൾ എന്തെങ്കിലും ഒരു പനി മാറി ഉടനെ സൗഖ്യം കിട്ടി, സാക്ഷി പറഞ്ഞു. ഇത് പലരിലേക്ക് എത്തി, വയത്താരിയായിട്ട് പലരിലേക്ക് മാറിപ്പോയി. പലരിലെറിഞ്ഞ് പലരും കൂടി ഇവർ കൂട്ടമായിട്ട് കോട്ടയം ജില്ല വിവിധ ഭാഗങ്ങളിൽ ആരാധന നടത്തി. അതിനോടൊപ്പം തന്നെ ഇവർ ഈ വരുന്നവരുടെ വിശ്വാസികളുടെ സാമ്പത്തികം മേടിക്കും. മടക്കിത്തരാമെന്ന് പറഞ്ഞാണ് മേടിക്കുന്നത്. അത് ഇപ്പോൾ സപ്പോസ് ഒരാൾ അവിടെ ചെന്നു, പിന്നെ അവരുമായിട്ട് കോൺടാക്റ്റായി അവരുടെ നമ്പർ മേടിച്ചു, അവർ വീടുകളിൽ ചെന്ന് ഭവന പ്രാർത്ഥന നടത്തി അവിടെ ഒരു ഭീകര അന്തരീക്ഷം ഉണ്ടാക്കും. ഈ ഭവനത്തിൽ അനർത്ഥം നടക്കാൻ പോകുന്നു, മരണം നടക്കാൻ പോകുന്നു, ബൈബിളിലെ വാക്യം കിട്ടിയേക്കുന്ന അങ്ങനെയാണെന്ന് വ്യാഖ്യാനിക്കും. അവിടെ ഒരു ഭീതിജനക വാക്യം മാറ്റിയ ശേഷം കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിയുമ്പം അവർ സാമ്പത്തികം ഒരു 50 ലക്ഷം അല്ലെങ്കിൽ 50,000 രൂപ തരാമോ, പൈസ ഇല്ലെന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ ഗോൾഡ് തന്നാൽ മതി, എടുത്തു തന്നോളാം. ഇവിടെ ഏറ്റവും കാശ് ചോദിക്കുന്നത് 1 മാസവും സ്വർണം ചോദിക്കുന്നത് 15 ദിവസമാണ്. അതിനുള്ളിൽ എടുത്തു തരും. പിന്നെ മുന്നോട്ട് പോയപ്പോൾ പലരുടെ ആധാരങ്ങൾ ഒരു വീട്ടിൽ നിന്ന് 1 കോടി വരെ നഷ്ടപ്പെട്ട കുടുംബങ്ങൾ ഈ കൂടെയുണ്ട്. ആധാരം ചോദിക്കും, മോന് ബിസിനസ് ചെയ്യാനാ, ഒന്ന് കൊടുക്കുക. ഇവരെ വിശ്വസിക്കും, കൊടുക്കും. 1 വർഷം പറയും, 10 വർഷം കഴിഞ്ഞാൽ എടുത്തു കൊടുക്കില്ല. പലരുടെയും വീടുകൾ ജപ്തിയുടെ അനുഭവത്തിലേക്ക് പോയി. പല പെൺകുട്ടികളുടെ കല്യാണം മുടങ്ങി. ഇതെടുത്തിട്ട് ചിട്ടി പിടിക്കും. ആദ്യം ചിട്ടിയുടെ 10 നമ്പർ പിടിക്കും. ഞാൻ അവിടെ ചെന്ന് അന്വേഷിച്ച കാര്യമാണ്. എന്നിട്ട് ഇവരുടെ ഇവിടെ വരുന്ന 10 പേരുടെ പേരിലേക്ക് ചിട്ടി വയ്ക്കും. ചിട്ടി പിടിക്കും. 4 തവണ 5 തവണ മാക്സിമം അടയ്ക്കും. ചിട്ടി പിടിച്ചു കഴിഞ്ഞാൽ ആരുടെയെങ്കിലും ഷുവർട്ടിക്ക് വേണ്ടി ആരുടെയെങ്കിലും ആധാരം മേടിച്ച് വയ്ക്കും. ചിട്ടി അവരവരുടെ അക്കൗണ്ടിലാകും. ഇവിടെ വരുന്നവരുടെ പേരിലാണ് ചിട്ടി പിടിക്കുന്നത്. അവരുടെ അക്കൗണ്ടിലാകും. ആ അക്കൗണ്ടിൽ നിന്ന് ഇവർ കാശ് മേടിക്കും. പിന്നെ ഇവർ അടയ്ക്കുകയില്ല. മുണ്ടക്കയം KSFയിൽ 27 തവണ ചിട്ടി നടന്നു. 7 തവണ അടച്ചിട്ടുള്ളൂ.
ബാക്കി 20 തവണ കുടിശ്ശികയാണ്. ഒരാൾക്ക് 3,86,000 സംതിങ് ഇപ്പം കുടിശ്ശിക നിൽക്കുന്നു. അപ്പോൾ ഞങ്ങൾ അന്വേഷിച്ച കണക്കാണ്. KSF നടപടിയിലേക്ക് പോകും, പലരും പെരുവഴിയിലാവുകയാണ്. അതായത് ഒരു പച്ച കാഞ്ഞിരപ്പള്ളി ഭാഗത്ത് താമസിച്ചുകൊണ്ടിരുന്നപ്പം ഏറ്റവും കൂടിയ പച്ച ട്രാവലർ, പച്ച കാളിസ്, ഇതുപോലെയുള്ള വലിയ വലിയ കൂടിയ വാഹനങ്ങളാണ് ഇത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അത് മുഖാന്തരം ദൂരത്തടിച്ചുള്ള ജീവിതം കൊണ്ടാണ് ഇതുപോലെ എല്ലാവർക്കും നഷ്ടപ്പെട്ടു പോയത്. ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയവർക്കെല്ലാം തിരിച്ചു കിട്ടണം. ഞങ്ങൾക്ക് വാങ്ങിച്ച ഒരു 4 സെൻറ്റ് സ്ഥലം ഒരു വീടും മേടിച്ച് തന്നിട്ടുണ്ട്. അതിൻ്റെ ആധാരം അവരുടെ കയ്യിലാണ്. 12 ലക്ഷത്തോളം രൂപയോളം നാട്ടിൽ നിന്ന് പലരുടെയും നിന്നായിട്ട് അവിടെ വരുന്ന പ്രാർത്ഥനാർത്ഥി വരുന്ന ഓരോരുത്തരുടെ കല്യാണമാണ്, ഓരോരോ ആവശ്യങ്ങളാണെന്ന് പറഞ്ഞ് ഞങ്ങളോട് വാങ്ങിച്ചെടുക്കുകയും ഇപ്പം ഞങ്ങൾക്ക് നാട്ടിൽ പോലും നിൽക്കാൻ മേലാത്ത അവസ്ഥയാണ്. അതുപോലെ തന്നെ ഫോൺ ലോണുകൾ, മൈക്രോ ഫിനാൻസുകൾ, കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് 50 കുടുംബത്തിൽ നിന്ന് ചേച്ചിമാരെ കൊണ്ടുപോയി മൈക്രോ ഫിനാൻസ് ഫെഡറൽ ബാങ്ക് വഴി എടുപ്പിച്ചിട്ടുണ്ട്. അതൊന്നും അവരടയ്ക്കാതെ വന്നിട്ട് എല്ലാവർക്കും ജപ്തിയിലേക്കും വീട്ടിൽ ലീഗൽ നോട്ടീസ് എല്ലാം വന്ന് പോലീസ് കയറി ഇറങ്ങുന്ന ഒരു അനുഭവത്തിലേക്കാണ്. ഞങ്ങളൊന്നും ഇങ്ങനെ കണ്ടിട്ടുമില്ല. സത്യസന്ധമായിട്ട് തന്നെ ജീവിച്ച അനേകം പേർക്ക്, അതായത് ഇതിനകത്തുള്ള പലർക്കും ഭർത്താക്കന്മാരില്ലാത്തവരാണ്. എൻ്റെ അമ്മയ്ക്ക് അച്ഛൻ മരിച്ചു പോയിട്ട് 3 വർഷമായി. അയാൾക്കൊന്ത വീടും സ്ഥലവും വിപ്പിച്ചിട്ട് അതിൻ്റെ സാമ്പത്തികം വാങ്ങിച്ചെടുത്തിട്ട് ഇതുവരെ തിരിച്ചു കൊടുത്തിട്ടില്ല. 10 ദിവസം 1 മാസത്തെ കാലാവധി പറഞ്ഞാണ് ഇവർ വാങ്ങിക്കുന്നത്. പലരോടും അങ്ങനെയായിരുന്നു. ഇതുവരെ ആർക്കും ഒന്നും തിരിച്ചു കൊടുത്തിട്ടില്ല. ചോദിക്കുമ്പോഴെല്ലാം നാളെ തരാം ഓരോ ഡേറ്റ് പറയും. ഇത് വർഷങ്ങൾ കഴിഞ്ഞ് പോയിട്ടും 3 വർഷം എൻ്റെ അച്ഛൻ മരിച്ചിട്ട് ഇതുവരെയും സാമ്പത്തികം തിരിച്ചു കിട്ടിയിട്ടില്ല. എല്ലാവരും വളരെ കഷ്ടതയുടെയും കണ്ണീരിൻ്റെ ദുഃഖത്തിൻ്റെ മറവിലാണ്. നാട്ടിൽ പോലും നിൽക്കാൻ നല്ല സാഹചര്യമാണ്. ഞങ്ങൾക്ക് നീതി നടപ്പിലാക്കി കിട്ടണം. ആക്ഷൻ കൗൺസിൽ അംഗം MT പ്രദീപ് സമരം ഉദ്ഘാടനം ചെയ്തു. അനിൽ KD യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. തട്ടിപ്പിന് ഇരയായ റീന, സരസമ്മ, തമ്പാൻ, രാധാമണി തുടങ്ങിയവർ പ്രസംഗിച്ചു. അധികൃതർ വേണ്ട നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ സമരം ശക്തമാക്കുമെന്നും ഇവർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, മുണ്ടക്കയം.